ലാലേട്ടാ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആളുകൾ വലിയ രീതിയിൽ സന്തോഷത്തോടെ കൂടി കേട്ടൊരു വാർത്തയുണ്ട്. മകള് വിസ്മയ സിനിമയിലോട്ട് വരുന്നു. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം, വിസ്മയുടെ തുടക്കം പോലെ തന്നെ പേരും അങ്ങനെ തന്നെയാണ്, തുടക്കം എന്നുള്ള സിനിമയിൽ വരുവാണ്. എനിക്ക് തോന്നുന്നു SP പോസ്റ്റിലല്ലാതെ ലാലേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല. എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും വിസ്മയുടെ തുടക്കത്തെ പറ്റി ലാലേട്ടൻ പറയുന്നത് കേൾക്കാൻ. ഇല്ല, അവർക്കൊരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. അവർ സ്കൂളിലും ഒക്കെ ആക്ട് ചെയ്യുന്നൊരു കുട്ടിയാണ്. അവർ ആക്ടിങ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, അവർ ഡാൻസ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ് കോഴ്സ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു മാർഷൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഷീൻഡു തായ്ചി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നുമല്ല, ഐ വോണ്ട് ടു ആക്ട് ഇൻ വൺ ഫിലിം. ഒരു പക്ഷേ പ്രണവ് അഭിനയിച്ച് കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പോൾ എനിക്കൊരു സമയമായി ഐ ആം പ്രിപ്പയർഡ് എന്ന് പറഞ്ഞപ്പോൾ ജൂഡ് ആൻ്റണി ഒരു കഥ, ജൂഡിൻ്റെ ഒരു കഥ ഇവർക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. അതും ഒരു മാർഷൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ആ കഥ ആ കുട്ടിയോട് പറയുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ അതിന് ചെയ്യാമെന്നുള്ളൊരു തയ്യാറെടുപ്പുണ്ടായി. അതാണ്, അല്ലാതെ ആ സിനിമ ഇനി ഉണ്ടാകണം, അത് അഭിനയിക്കണം, ആ സിനിമ റിലീസാകണം, അതൊരു പ്രോസസ്സാണ്. പ്രണവും അങ്ങനെയായിരുന്നു. പ്രണവും ആദി എന്നുള്ള ഫിലിം, അയാളും സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. പക്ഷേ സിനിമയോട് അത്യാവശ്യം പ്രതിപത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ഒരു ആക്ടറുടെ മകൻ അല്ലെങ്കിൽ മകൾ അഭിനയിക്കണം എന്നൊരു റൂളും ഇല്ല, അത് അവരുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന് അവർ വന്നപ്പം എന്നോട് പറയുകയും ഞങ്ങളോട് പറയുകയും ചെയ്തപ്പം നമുക്ക് അതിനുള്ളൊരു സംവിധാനമുണ്ട് അല്ലേ. ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസുണ്ട്, ഞങ്ങൾക്ക് പിന്നെ അതിലൊരു പാരഫെർനാലിയൊക്കെ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ സൗകര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കൊരു സിനിമ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിസ്മയ്ക്കൊരു സിനിമ കിട്ടിയത്. അല്ലാതെ നാളെ മോഹൻലാലിൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് സിനിമയൊന്നും കിട്ടില്ല. നമ്മൾ യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു കഥ കിട്ടി. അപ്പോൾ അത് ചെയ്താൽ നന്നായിട്ടുണ്ടാകും തോന്നിയിട്ട് ജൂഡുമായിട്ട് സംസാരിച്ചു. ജൂഡ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ലാലേട്ട എന്തായാലും എല്ലാ പാരൻസിനും നമ്മുടെ മക്കളൊരു പുതിയ മേഖലയിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിനൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ അതോടൊപ്പം തന്നെ വിസ്മയ ഭയങ്കര എക്സൈറ്റഡ് ആണോ ലാലേട്ടൻ? അവരുടെ കാര്യം എനിക്കറിയില്ല, അവർ എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മളെ ഒരു ഫാമിലി എല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫാദറിലോ അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കുടുംബമൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ല. അതാ നന്നായിട്ട് ചെയ്താൽ അവർക്ക് കൊള്ളാം, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വളരെയധികം ആഗ്രഹിക്കണം എൻ്റെ മകൻ ഒരു വലിയ ആക്ടറായി മാറണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ല എൻ്റെ മകൾ വലിയൊരു ആക്ടറാകണമെന്നൊന്നും ഞാൻ തന്നെ അങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ ദേ ഹാവ് ടു കം, ഇതൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഏരിയയാണ്, അത്ര ഈസി അല്ല അല്ലേ. നമ്മളൊരു പെർഫോമറായിട്ട് ഒരു കാര്യം ചെയ്ത് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അവരുടെ മനസ്സിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വലിയൊരു ട്രാവലാണ്. അതിലൊരുപാട് കാര്യങ്ങൾ കൂടിച്ചേരണം. അതിന് ഒരു പ്രത്യേക ഭാഗ്യം വേണം. ഭാഗ്യം എന്ന് പറയുന്ന ഒരു വാക്കല്ല, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു റെപ്രസെൻറ്റേഷൻ ഓഫ് ഒരു എന്താ പറയണ്ടേ, ഒരു ഡിവിനിറ്റി ഉണ്ടാകണം. അപ്പോൾ അതൊക്കെ ഉണ്ടായി അതൊരു സക്സസ് ആയാൽ വളരെയധികം സന്തോഷം. അതായില്ലെങ്കിൽ അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അത് അവരുടെ കപ്പ് ഓഫ് ടീ അല്ലെന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അപ്പം നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.